എസ് പിക്ക് ഒരു കൊറിയർ ഉണ്ട്, വന്ന് ഒപ്പിട്ട് മേടിച്ചോ. ആ വരണോ. എനിക്ക് ജാസ്മിനെ പുറത്ത് വെച്ച് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു വ്യക്തി അവിടെ വരുന്നുണ്ട്. അപ്പൊ അവളെ ഗെയിം എന്താണെന്ന് അങ്ങനെയാണ് ഞാൻ ഇനിഷ്യലി ഇത് കണ്ടു തുടങ്ങിയത്. ഇനിഷ്യലി കണ്ടു തുടങ്ങി അവള് മറ്റേ ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? അയ്യോ, എനിക്ക് പേഴ്സണലി അതൊരു ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനിഷ്യലി എനിക്ക് ഇവൾ ഈ വേറൊരുത്തന്നെ വെളിയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പുറത്തൊരുത്തൻ എൻഗേജ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ലൈക്ക്, ഓ ദാറ്റ് ഈസ് നോട്ട് കൂൾ മാൻ. അഭിപ്രായം. ഇന്നലെയും കൂടെ ഒരു എപ്പിസോഡ് കണ്ടിരിക്കാൻ പറ്റൂലേ. അൾട്ടിമേറ്റ് ക്രിഞ്ച്. 100% ഞാൻ യോജിക്കുന്നു. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നമുക്കൊരു ഇത് ഫീലും വരില്ല, എന്തിനിങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ട്. ഫ്രണ്ട്ഷിപ്പ് ആണ്, ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ ശരിക്കും അവൾ നല്ല പ്രണയം. അവൾ അവനെ നോക്കണേ കണ്ടുവരുന്നു. അവളെ കണ്ടുകളിൽ ഞാൻ പ്രണയം കണ്ടു ഗൈസ്. കണ്ണുണ്ടല്ലോ കണ്ണുണ്ടല്ലോ അറിയാടാ. So yeah, definitely it is love and love only. ഇതാത് തന്നെ, അങ്ങനെ ശരിയാ, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ? അവളെ നാണിക്കുന്നു. ഏത് കൂട്ടുകാരനെ കാണുമ്പോഴേ നമ്മള് നാണിക്കണത്. നമ്മളൊക്കെ ഒരു കൂട്ടുകാരിയെ കണ്ട എന്തരീ നീ അന്നാടെ എന്ന് ചോദിക്കും. ഇത്രേ ഉള്ളൂ. അതല്ല ഉദ്ദേശം. നാണിക്കണ്. എനിക്കൊരു മുഖം നോക്കാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തുവാടേത്. പുറത്തിറങ്ങിയിട്ട് അവർ റിലേഷൻഷിപ്പ് ആവുകയാണ് അത്രയും നല്ലത്. ഐ തിങ്ക് യുവർ ഫാമിലി ഓൾസോ വിൽ ബി സപ്പോർട്ടീവ്. ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി എന്ന് പറയാതെ ഒരു പ്രോപ്പർ ക്ലാരിറ്റി കൊണ്ടുവരാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണം.